സോ വെൽക്കം ബാക്ക് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ കോമിക്. നമ്മളിന്ന് ഡീമൺ സ്ലെയറിന്റെ ചാപ്റ്റർ 179 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, നമ്മൾ ഇതിനു മുമ്പിട്ട് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും കോപ്പിറൈറ്റ് അടിച്ച് പോയതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ചാനൽ ഡിലീറ്റ് ആകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സെക്കൻഡറി ചാനൽ തുടങ്ങിയത്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം ഇനി വരായിരിക്കുന്ന ഈ വീഡിയോസും എക്സ്പ്ലനേഷൻ സീരീസും ബാക്കിയുള്ള ഷോർട്സും എല്ലാം ഈ ചാനലിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോകുകയാണ്. ഈ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറയുന്ന 4 പേരെ നമ്മൾ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ ചോദ്യം ഇതാണ്: മുസാൻ ഏത് കളറിലെ ലില്ലിയാണ് ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരനെ ഇമ്മോർട്ടൽ ആകാൻ വേണ്ടി? സോ ഇനി നമ്മൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ സനമയോട് ക്യോമി പറയുന്നുണ്ട് ഒന്ന് അറ്റാക്സ് ഒക്കെ നിർത്താൻ. സനമയായിട്ട് ഒന്നും നിർത്തുന്ന പോലും ഇല്ല. പുള്ളിക്കാരൻ വീണ്ടും ഇങ്ങനെ അറ്റാക്ക് ചെയ്തേ ഇരിക്കുവാണ്. സനമിനെ പിടിച്ച് നിർത്തിയപ്പോഴാണ് പുള്ളിക്കാരൻ്റെ കാര്യം മനസ്സിലായത്. അതായത് സനമയുടെ ബോധം പോയിട്ട് കുറച്ച് നേരം, എന്നിട്ട് സനമി അൺകോൺഷ്യസ് ആയിട്ടാണ് ഇത്ര നേരം ഫൈറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ കൊക്കോ ശിവനെ ഇവർ ഫുള്ളി ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ സനമയുടെ ബോധം പോയി പുള്ളിക്കാരൻ ക്യോമിയുടെ കയ്യിലേക്ക് വീഴും. ഇതേ സമയം നമ്മുടെ ഗന്നിയുടെ കാര്യം വളരെയധികം കഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വട്ടം മുറിഞ്ഞ് കിടന്നിട്ട് ബാക്കിയുള്ളവരുടെ കാര്യമാണ് ഗന്നി ഇപ്പോഴും തിരക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഗന്നി നമ്മുടെ മൂച്ചുറോനെ ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ് ഗന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പുള്ളി പകുതി മുറിഞ്ഞ് കിടന്നിട്ടും മറ്റുള്ളവരുടെ ജീവന് വേണ്ടി ഗന്നി എന്തുമാത്രം കെയർ ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ മുറിഞ്ഞ് കിടന്നിട്ട് പുള്ളിക്കാരൻ ഇപ്പോഴും ജീവനോടുള്ളതിന്റെ കാര്യം മറ്റൊന്നുമല്ല, അത് നമ്മുടെ ഡീമന്റെ അതായത് അപ്പർ മൂൺ 1ന്റെ പാർട്സ് ഒക്കെ പുള്ളിക്കാരൻ കഴിച്ചുകൊണ്ട് മാത്രമാണ്. എന്നാൽ രക്തം നന്നായിട്ട് പോകുന്നതുകൊണ്ട് ഗന്നി ഉടനെ മരിക്കുമെന്ന് മനസ്സിലായത് നമ്മുടെ ഗ്യോമി ആകട്ടെ നമ്മുടെ സനമിനെ പുള്ളിക്കാരന്റെ തൊട്ടടുത്തുകൊണ്ടേ കിടത്തുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗ്യോമി മൂച്ചുറൊക്കെ പോയിട്ട് പുള്ളിക്കാരനെ നന്ദി പ്രകടിപ്പിക്കുകയാണ്. കാരണം മൂച്ചുറ ഇത്രയും ചെറുതായിട്ട് കൂടി എന്തുമാത്രം സഹായമാണ് അവർ ചെയ്തത്. മൂച്ചുറയുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് പുള്ളിക്കാരന് ഒരു വാക്ക് കൊടുക്കുകയാണ്. അതായത് എന്തൊക്കെ വന്നാലും മുസാനെ അവർ ഇന്ന് തന്നെ ഡിഫീറ്റ് ചെയ്യുമെന്ന്. അടുത്ത പാനലിൽ മൂച്ചുറ കണ്ണു കാണുന്നത് പുള്ളിക്കാരന്റെ ചേട്ടനെ മൂച്ചുറ കാണുവാണ്. മൂച്ചുറയുടെ ചേട്ടൻ പുള്ളിക്കാരനെ വളരെയധികം നന്നായിട്ട് തന്നെ വഴക്ക് പറയുന്നുണ്ട്. കാരണം നിനക്ക് വെറും 14 വയസ്സുകൾ, നീ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? നിനക്ക് ഓടി പോയാൽ പോരുന്നത്, നിനക്ക് എങ്ങനെ രക്ഷപ്പെട്ടാൽ പോരുന്നത്? അവരെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു, എനിക്ക് ഒരിക്കലും അവരെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഇനി നീ ചാകണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ നിന്റെ അവസ്ഥ നോക്കിയേ, നീ എന്തിനാണ് ചിരിച്ചെന്നെങ്കിലും നിനക്ക് അറിയാവോ? മൂച്ചുറോട്ടെ അവിടെ കിടന്ന് കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ഞാൻ 14 വയസ്സിലല്ലേ മരിച്ചത്, നിങ്ങൾ 11 വയസ്സിൽ മരിച്ചില്ലേ? പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ എന്തിനാ ജനിച്ചെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം. നമ്മുടെ മൂച്ചുറ പറയുന്നുണ്ട്, ഞാൻ ജനിച്ചത് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്, ചേട്ടനും ജനിച്ചത് അതിന് വേണ്ടിയല്ലേ, ചേട്ടൻ ഇതുവരെ സന്തോഷമായിട്ട് ഇരുന്നിട്ടില്ല. എന്നിട്ട് നമ്മുടെ മൂച്ചുറയുടെയും പുള്ളിക്കാരൻ്റെ ചേട്ടനെ പുള്ളിക്കാരൻ്റെ അച്ഛനും അമ്മയുടെ ഒക്കെ ചെറിയൊരു പാനൽ കാണിക്കുന്നുണ്ട്. അതായത് ഇവരുടെ പാസ്റ്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നാൽ അവർ 3 പേരും മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മൂച്ചുറ ഒറ്റയ്ക്കായി. പുള്ളിക്കാരന് സങ്കടകരമായ നിമിഷങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് മൂച്ചുറയ്ക്ക് പുള്ളിക്കാരനെ പ്രഷ്യസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടുന്നത്. എനിക്ക് എന്നെയാ പോലും ഒതുങ്ങാത്തത്ര ഫ്രണ്ട്സിനെ കിട്ടി. ഞാൻ ചിരിക്കാൻ തുടങ്ങി, ഞാൻ സന്തോഷമായിട്ട് ഇരിക്കാൻ തുടങ്ങി. ചേട്ടൻ പറ, അത് അത്രക്ക് വലിയ തെറ്റാണോ? ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി എൻ്റെ ജീവൻ പണയം വെച്ച് ഞാൻ അവരെ രക്ഷിച്ചില്ലേ? അത് അത്രക്ക് വലിയ തെറ്റാണോ? മറ്റുള്ളവരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും, പക്ഷെ എൻ്റെ ചേട്ടൻ മാത്രം എന്നോട് അങ്ങനെ പറയാൻ പാടില്ല, കാരണം ഞാൻ അങ്ങനെയല്ല മരിച്ചത്. പെട്ടെന്ന് നമ്മുടെ മൂച്ചറുടെ ചേട്ടൻ പുള്ളിക്കാരനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് കരയുന്നുണ്ട്. എടാ, എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ എനിക്ക് നീ മരിക്കാൻ പാടില്ലായിരുന്നു, അതുവേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ 2 പേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. നമ്മുടെ സാനമി കണ്ണ് തുറക്കുവാണ്. പുള്ളിക്കാരൻ കിടന്ന കാറവാണ്. ഇത് കേട്ട ഗ്യോമി വരെ ഞെട്ടിപ്പോകുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗന്നിയുടെ ബോഡി പതുക്കെ ഒരു ഡീമനെ പോലെ പൊടിഞ്ഞു പൊക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കാണുന്ന സനമിക്ക് ഒട്ടും സഹിക്കാനും പറ്റുന്നില്ല. കേട്ടോ, ഫുൾ ടെൻഷനാണ്. പുള്ളിക്കാരൻ അടുത്ത് പറയുന്നുണ്ട്, നീ വിഷമിക്കാനും വേണ്ട, ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ നിന്നെ രക്ഷിക്കും. നമ്മുടെ ഗന്നി ആ സനമയൊക്കെ പറയുന്നുണ്ട്, ചേട്ടാ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത്ര നല്ലൊരു ഭാര്യമായിരുന്നു എന്നൊക്കെ എനിക്കറിയാം. സനമ കേട്ടോ, നീ ഇത് പൊട്ടത്തിലാണ് പറയണം, നീ എനിക്കൊരു ഭാര്യമൊന്നും അല്ലായിരുന്നു, നീ എൻ്റെ പ്രിയപ്പെട്ട അനിയനല്ലേ, നീ മേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കും. അതായത് സനമയ്ക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഗന്നിയെ രക്ഷിച്ചാൽ മാത്രം മതി. ഓൾമോസ്റ്റ് ഒരു 90% നമ്മുടെ ഗന്നിയുടെ മുഖം പൊടിഞ്ഞു പോയി. എന്നിട്ട് പുള്ളിക്കാരൻ സനമയൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ചേട്ടനെ എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്തുമാത്രം ചെയ്തു. അത് കാരണം തന്നെ എൻ്റെ ചേട്ടൻ്റെ മനസ്സിൽ കുറേ അധികം വൃത്തിയിട്ട മെമ്മറീസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ചേട്ടൻ മര്യാദക്കൊന്നും ജീവിച്ചാൽ മാത്രം മതി എനിക്ക്. കാരണം എൻ്റെ ചേട്ടനാണ് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ട് പേഴ്സൺ എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഗന്നിയെ കെട്ടിപ്പിടിച്ച് സനമ കിടന്ന് കരയുവാണ്. അങ്ങനെ അവസാനമായിട്ട് ഒന്നുകൂടെ സനമയുടെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗന്യ ഓൾമോസ്റ്റ് ഫുള്ളി പൊടിഞ്ഞ് തീർന്നിരിക്കുവാണ്. സനമയ്ക്കാകട്ടെ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല. പുള്ളിക്കാരൻ്റെ കയ്യിലിരുന്നുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ കുഞ്ഞു ബ്രദർ പൊടിഞ്ഞ് ഇല്ലാണ്ടായി അവിടെ കിടന്ന് കരയുവാണ്. സത്യം പറഞ്ഞാൽ ഈ ചാപ്റ്റർ ആദ്യമായിട്ട് ഞാൻ വായിച്ചപ്പോൾ ഈ സനമയുടെ ഗന്യയുടെ ഈ ഒരു ഇമോഷണൽ സീനിനെ നന്നായിട്ട് തന്നെ ഹേർട്ട് ചെയ്തിരുന്നു. എന്തിന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ നേരത്തും എനിക്ക് നന്നായിട്ട് തന്നെ സങ്കടവും വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സനമി അവിടെ കിടന്ന് കരയുവാണ്. അപ്പോൾ നമ്മുടെ ഗ്യോമി പറയുന്നുണ്ട്, കരയേണ്ടത് നീ സനമി, നീ വിഷമിക്കാതിരിക്കുക, നിന്റെ തല ഉയർത്തു, നമുക്കിപ്പോൾ പോകാൻ സമയമായിരിക്കുകയാണ്. മുസാനെ ഡിഫീറ്റ് ചെയ്യുന്നവരെ ഇതൊന്നും ഓവറായിട്ടില്ല. അങ്ങനെയാണ് ചാപ്റ്റർ 179 ഇവിടെ അവസാനിക്കുന്നത്. അതായത് അടുത്ത ചാപ്റ്റർ മുതൽ ലാസ്റ്റ് ഫൈനൽ ആർക്കിലേക്ക് നമ്മൾ കടക്കുവാണ്. സോ അതിനു മുമ്പ് നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ.